എന്തിന് ഈ ഹിന്ദു ദേവാലയങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സർക്കാർ സംവിധാനം? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ബേബി ജോൺ മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിവേദനം കൊടുത്തു. ഞാൻ ഈ വർഷം മുമ്പുള്ള കാര്യം പറയാം. അതായത് ദേവസ്വം ബോർഡ് ഹിന്ദുക്കളെ ഏൽപ്പിക്കണം. ശരിയാണ്, മുസ്ലിങ്ങളുടെയാണ് മുസ്ലിം പള്ളികൾ, പിന്നെ ക്രിസ്ത്യാനികളുടെയാണ് ക്രിസ്ത്യൻ പള്ളികൾ. ഗവൺമെൻറ് ഒരു പള്ളി ഓട്ടിക്കുന്നില്ല, ഒരു ഒന്നും. പക്ഷേ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ഗവൺമെൻറ് ഓട്ടിക്കുന്നു. അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ ഭൂരിപക്ഷമായിട്ടപ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നതോടെ ഈ പ്രശ്നം വന്നതല്ല, ഇവന് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾ അത് ഭരിക്കുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് നേരെ ഭരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ കറക്റ്റാണ്. അതെ, സ്വാർത്ഥത കാണില്ല, ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അന്ന് ബേബി ജോൺ ചോദിച്ചൊരു ചോദ്യം, ഞാൻ ഹിന്ദുക്കളെ ഏൽപ്പിക്കാം, നായന്മാരെ ഏൽപ്പിക്കണോ, ഈഴവരെ ഏൽപ്പിക്കണോ, ദളിതന്മാരെ ഏൽപ്പിക്കണോ, ആരെ ഏൽപ്പിക്കണം? ഇതിന് ഇവർക്ക് ഉത്തരവില്ലായിരുന്നു. അവർ ഉത്തരം പറഞ്ഞു, എല്ലാം കൂടെ ചേർന്നിട്ട് സംഘടനയാക്കി കൊടുക്കണം. പക്ഷേ അങ്ങനെ ആണെങ്കിൽ ഉടനെ ആ ജാതി വ്യവസ്ഥിതി കയറി വരും അതിനകത്ത്. അത് അപകടമാണ്. കാരണം ആ ജാതി വ്യവസ്ഥയാണ് ഹിന്ദുമതം ഒരുപാട് നശിപ്പിച്ചത്. പക്ഷേ ജാതി വ്യവസ്ഥയിലുള്ള അമ്പലങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അവർ ദേവസ്വത്തിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അവരവരുടെ ജാതി കാണിക്കില്ലല്ലോ അതിനകത്ത്.